ഇന്നത്തെ ബേബി ഫ്രണ്ട്ലി സദ്യ റെസിപ്പിയാണ് റെസിപ്പി നമ്പർ 9 പരിപ്പ് പായസം. ഇതിന് ഞാനിവിടെ മൂങ് ദാലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മൂങ് ദാൽ തന്നെ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന മൂങ് ദാലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഷെയർ ചെയ്യാം. ആദ്യം ഈ മൂങ് ദാൽ ഒന്ന് ചൂടുവെള്ളത്തിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ 5-6 ഡേറ്റ്സ് കുരു കളഞ്ഞ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഇത് സോക്കാകുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും തേങ്ങാപ്പാൽ തയ്യാറാക്കി വെക്കാം. ഗ്രേറ്റഡ് കോക്കനട്ടിൽ കുറച്ച് വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് പിഴിഞ്ഞെടുക്കുന്നതാണ് ആദ്യത്തെ കട്ടിയുള്ള തേങ്ങാപ്പാൽ. അതേ തേങ്ങയിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് വീണ്ടും പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ. അരമണിക്കൂർ കഴിഞ്ഞാൽ സോക്ക് ചെയ്ത് വെച്ച മൂങ് ദാൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്ക് ചെയ്യാനും കഴിയും, പക്ഷേ സോക്ക് ചെയ്ത മൂങ് ദാൽ പെട്ടെന്ന് കുക്കാകും. അതുകൊണ്ട് ഞാനിവിടെ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. പരിപ്പൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനിടയിൽ സോക്ക് ചെയ്ത ഡേറ്റ്സിലേക്ക് രണ്ടാം പാൽ ചേർത്ത് സ്മൂത്ത് പേസ്റ്റായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മാറ്റിവെക്കാം. ഈ പരിപ്പൊന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ടെക്സ്ചർ പ്രിഫറൻസ് അനുസരിച്ച് മാഷ് ചെയ്തോ ബ്ലെൻഡ് ചെയ്തോ എടുക്കാം. ഞാനിവിടെ സ്മൂത്ത് ടെക്സ്ചറിന് വേണ്ടി ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഡേറ്റ്സിൻ്റെ പേസ്റ്റും ബാക്കിയുള്ള രണ്ടാം പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി ഇതിനെ ഒരു പാനിലേക്ക് എടുത്ത് കുറുക്കിയെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ഏലക്കയുടെ പീസ് കൂടി പൊളിച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ പൗഡറൊന്നും ചെയ്യുന്നില്ല, കാരണം ഇതാണെങ്കിൽ അവസാനത്തിൽ എളുപ്പത്തിൽ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. നല്ലപോലെ കുറുകി വരുമ്പോൾ ആദ്യത്തെ കട്ടി കൂടിയ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ആവശ്യമായ കൺസിസ്റ്റൻസി എത്തിയാൽ നമുക്ക് ഓഫ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാഷ്യൂ പൗഡർ മുകളിൽ ചേർക്കാം. ഹോൾ നട്ട്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ പൗഡർ രൂപത്തിൽ മാത്രം ഉപയോഗിക്കുക. ക്യാരറ്റ് അല്ലെങ്കിൽ നേന്ത്രപ്പഴം പായസത്തിനേക്കാൾ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആൻഡ് ഫില്ലിംഗ് ആയൊരു ഓപ്ഷനാണിത്. അതുകൊണ്ട് സദ്യയിൽ രണ്ടാമത്തെ പായസമായി പ്ലാൻ ചെയ്യാനും അല്ലെങ്കിൽ ഒക്കേഷണലായോ ഡെയിലി ട്രീറ്റായോ കൊടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. പിന്നെ ഒരു ചെറിയ ഒബ്സർവേഷൻ, തേങ്ങാപ്പാൽ ചേർത്താൽ പല റെസിപ്പീസും കുട്ടികൾക്ക് കുറച്ചുകൂടി ടേസ്റ്റിയായി തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ കഴിക്കാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിലൊന്ന് തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് കൊടുത്തു നോക്കൂ. അതെനിക്ക് വർക്കാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബേബി ഫ്രണ്ട്ലി സദ്യ റെസിപ്പി നമ്പർ 9 പരിപ്പ് പായസം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ സീരീസ്. നല്ലൊരു ഓണം ആഘോഷിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പീസ് ഓണം, വിഷു പോലുള്ള ഫെസ്റ്റിവൽസിനും കുട്ടിയുടെ 1ാം പിറന്നാളിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും രുചികരമായൊരു സദ്യ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.